ഹൈ-5 സാന്റിയാഗോ സാന്റാന ഫ്രീവേ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി സാന്റിയാഗോയിലാണ് സമയം സ്പെൻഡ് ചെയ്തത്. സാന്റിയാഗോയുടെ ബീച്ചിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി തിരിച്ച് ഞങ്ങളുടെ സ്വന്തം ഓറഞ്ച് കൗണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡറാണ് സാന്റിയാഗോ. ബോർഡറല്ല, ബോർഡർ ചെക്കിംഗ്. മെക്സിക്കോ എന്ന് വരുന്ന വണ്ടികളെല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് ആദ്യം കയറ്റിടുള്ളൂ. ഈ കാണുന്ന സ്ഥലം ഇതാണ് സൗത്ത് കാലിഫോർണിയയിൽ തന്നെ ഏറ്റവും ലക്ഷറിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. ഇതിനെ നമ്മൾ സാൻ ക്ലെമൻറെ എന്ന് വിളിക്കും. എൻ്റെയും രജിത്തണ്ണൻ്റെയും ഡ്രീം പ്ലേസ് ആണ്. ഇവിടെ ഒരു വീട് വാങ്ങാന്നുള്ളത് ഞങ്ങളുടെ ഡ്രീമാണ്. പക്ഷെ ഒരു വീടിന് ഏകദേശം 1.9 മില്യൺ ആണ് തന്നെ പ്രൈസ്. അതായത് നമ്മുടെ നാട്ടിൽ 16 കോടി. ബീച്ചാണ് നമ്മൾ ഈ കാണാൻ പോണത്. നമുക്ക് അധികം ഇറങ്ങി നടക്കാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് നേരത്തെ അവിടെ എത്താനുള്ളതാണ്. എൻ്റെ കൗണ്ടിയിൽ ഒരു സൈഡിൽ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല. ഇവിടെ ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് ജസ്റ്റ് പോവാണ്. ഇവിടെ പാസ് ചെയ്ത് പോവാണ്. ഒത്തിരി ബീച്ചുകളുള്ള ഏരിയ കേട്ടോ സാൻ ക്ലെമൻറെ. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് സർഫിങ്ങിനാണ്. സർഫിങ്ങിന് പറ്റിയ ബീച്ച് ഏരിയസ് ആണ്. അവിടെ പഠിക്കാനും സർഫിങ് പഠിക്കാനും ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ബീച്ചുകൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ദാന പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഫേമസ് ബീച്ചാണ് ദാന പോയിന്റ്. അവിടെ പോകാനുള്ള സമയമില്ല. പക്ഷെ ഒരു ദിവസം കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ പോകാം. കാരണം അവിടെ സർഫൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ വരും. അമേരിക്കയുടെ തന്നെ പല ഭാഗത്തു നിന്നും, എസ്പെഷ്യലി ഈസ്റ്റ് സൈഡിൽ നിന്നും ഈസ്റ്റ് കോസ്റ്റിൽ നിന്നും ഒക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് റൂമെടുത്ത് സർഫിങ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചങ്ങ് പോകും. നല്ല രീതിയിൽ നമ്മൾ മില്യനേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ലൈറ്റ് വാങ്ങാൻ പോണേ. ഇവിടെ ആ മലയുടെ മുകളിൽ നമ്മളൊരു വീട് കാണാം. നേരെ ബീച്ചിലേക്ക് വ്യൂ ഉള്ളൊരു വീട്. രാവിലെ മുതൽ സർഫിങ്ങിന് വരാല്ലേ, വൈകിട്ട് വരെ നമുക്ക് സർഫ് ചെയ്ത് നടക്കാം. ഒരു ടിപ്പാണ് തരാം. അമേരിക്കയില് പെട്ടെന്ന് മില്യനെയർ ആണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അല്ല 2 വഴി. ഒന്നെങ്കിൽ നമ്മൾ ലോട്ടറി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒള്ളി ഫാൻസിൽ കയറണം. അതെ അതെ അതെ. ഇവിടുത്തെ വീടുകളുടെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾ ചെറിയ വീടുകളാണ് കാശ് കുറവിന് കിട്ടുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരു വീട് 16.5 കോടിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഭയങ്കര ആ മലയുടെ മുകളിലൊക്കെ നിങ്ങൾ കണ്ടറിയാം. അവിടെ വീടുകൾ ഇരിക്കണ കണ്ടറിയാം. പക്ഷെ എൻ്റെ ക്യാമറയ്ക്ക് സൂമിങ് ചെയ്യാൻ പറ്റില്ല. iPhone 13 ആണ്. അതുകൊണ്ട് അത്രയും സൂം കിട്ടില്ല. അവിടേക്ക് കണ്ട വാക്കെന്ന് പറഞ്ഞാൽ അതായത് ഇവിടുത്തെ ഇന്ത്യക്കാരുടെയൊക്കെ ഒരു ഹബ്ബാണ് നോർവാക്ക്, ആർട്ടേഷ്യ. അങ്ങനെ സിറ്റിയിലാണ് നിൽക്കണേ. അവിടെ ഞാൻ എൻ്റെയും ചേട്ടൻ്റെയും കൂടപ്പിറപ്പിനെ പൊക്കാൻ വേണ്ടി വന്നതാണ്. ആളിവിടെ കുറച്ച് ദിവസമായിട്ട് കിടക്കാണ്. ഞങ്ങൾ കറക്കത്തിലൊക്കെ ആയിരുന്നുകൊണ്ട് ആളെ ഞങ്ങളിവിടെ സേഫാക്കി ഇട്ട് വെച്ചും പോയി. വേറെ ആരുമല്ല, ഞങ്ങളുടെ സ്വന്തം കാറ്. കുറേ ദിവസമായി വെയിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി. പൊടി പിടിച്ച് ആകെ ബാഡായി. ഇനി ഇവനൊന്ന് കഴുകി എടുക്കണം. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മളിവനെ വിൽക്കാനുള്ള പരിപാടിയാ. 11-328 മോഡലാണ്. ആള് പവറാട്ടോ. കുറച്ച് പ്രായം കൂടിയതാണെങ്കിലും ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ പറക്കും. കാണിച്ച BMW അല്ല കേട്ടോ, അത് 2022 മോഡലാണ്. ഇത് 2011. എൻ്റെ സുട്ടുൻ്റെയും സ്വന്തം BM. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ ഇതിലാണ് കുതിരസവാരി പോണത്. കോസ്കോയിലേക്കാണ്. കോസ്കോനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. അമേരിക്കയിലെ മെയിനായിട്ട് ആൾക്കാർ വന്ന് ഷോപ്പ് ചെയ്യുന്നൊരു ഷോപ്പിംഗ് സെൻ്ററാണ് കോസ്കോ. എല്ലാം ചീപ്പായിട്ട് കിട്ടും. പിന്നെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണ് കൂടുതലൂടെ വരാറ്. നമ്മൾ വീട്ടിലേക്കൊക്കെ ഒത്തിരി സാധനങ്ങൾ വാങ്ങുന്നവരൊക്കെ നിങ്ങൾ കണ്ടറിയാം. ഒത്തിരി ഭയങ്കര തിരക്ക് ഇവിടെ കോസ്കോയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കോസ്കോയിൽ വന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ചീപ്പായിട്ട് ഇവിടെ നല്ല പിസ്സ സ്ലൈസ് കിട്ടും. കണ്ടോ, ഇതാണ് കോസ്കോ. ഇതുണ്ടോ, എല്ലാത്തിൻ്റെ പ്രൈസ് ഉണ്ടോ? 399. ഹോട്ട് ഡോഗ് വാങ്ങുകയാണെങ്കിൽ 150. ബോൾ പീസ വാങ്ങുകയാണെങ്കിൽ 199. സ്ലൈസ് ബോൾ പീസയ്ക്ക് 9.95. ഇവരെ എല്ലാവരും അതുപോലെ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ്.
നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ട് കാർഡില്ല. ഞാൻ വേറൊരാളുടെ കാർഡ് യൂസ് ചെയ്യണത് വാങ്ങണേ. നമ്മുടെ വലിയ പീസ് $9 വെറും $9 കണ്ടോ. എന്റെ 9 ആര് കഴിച്ചു? നീ കഴിച്ചു തീർക്കും. അൺബോക്സിംഗ് എല്ലാ ആവശ്യമുണ്ട്. എത്ര വെറും $9 വാങ്ങി പിസ കേട്ടത്. ഒരു ദിവസം മൊത്തം കഴിക്കാനുള്ളതുണ്ടല്ലേ. ഇനി നമ്മളിനി ഡെയിലി ഇവിടെ നിന്നല്ലേ ഫുഡ്. ഇത് പുറത്തുനിന്ന് വാങ്ങണെങ്കിലേ $30 ആവും. ഒരു 30 എന്തായാലും 32 ഇതിന് വെറും $2 ഉള്ളു. അത് $3. ഞങ്ങളൊരു നൈറ്റും കൂടിയും കഴിക്കാന്നുള്ള പ്ലാനിലാണ്. നൈറ്റ് ഇത് ജസ്റ്റ് ചൂടാക്കി മൈക്രോവേവിലിട്ട് ചൂടാക്കി കഴിക്കാം. മോങ്ങാണ്ടിരുന്നവൻ്റെ തലയിൽ തേങ്ങ വീണ അവസ്ഥ ചെയ്യുന്നത്. നമ്മുടെ കാറിൻ്റെ ചില്ല് ജാമായിപ്പോയി. അപ്പോൾ ഇനി അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ എനിക്ക് ഈ കാറിൻ്റെ ഉള്ളിൽ കിടന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഈ വഴി ചാടി നേരെ വന്ന് കാറെടുത്ത് സ്ഥലം വിടും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കിടക്കണേ. ഗൈസ്, ഇത് ടെമ്പററി ലൈഫാട്ടോ. അതായത് പെർമനൻ്റ് അല്ല. ഇത് താൽക്കാലികമായി ഞങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി മാത്രം ഇങ്ങനെ 2-3 ദിവസം പുറത്ത് താമസിക്കണമെന്നുള്ളൂ. അത് കുറച്ച് ഫണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഞാൻ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ ഏരിയയിലൊക്കെ. അപ്പോൾ എവിടെ കിട്ടണതെന്നനുസരിച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ ഓൾറെഡി അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര നമ്മൾ ആദ്യം ലീസ് ചെയ്യണം, പിന്നെ നമ്മൾ അഡ്വാൻസ് കൊടുക്കണം, പിന്നെ എഗ്രിമെൻറ്റ് വയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കൂടി അവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് പോകാനൊരിടമുണ്ട്, ചെല്ലാനൊരിടമുണ്ട്. ഞങ്ങളിപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ചില സമയത്ത് പറയില്ല, നമുക്കൊരു അവസ്ഥ വരുമ്പോൾ, നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ദൈവം എന്തെങ്കിലും ഒരു വാതിൽ തുറക്കുമെന്ന് പറയില്ലേ, അതുപോലൊരു വാതിൽ, ഒരു ഹെൽപ്പ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സേഫാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ അവനിവിടെ ഇച്ചിരി റിസ്ക് എടുത്താണ് താമസിക്കണത്. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇവിടെ അമേരിക്കയിലായതുകൊണ്ട് ലക്ഷറി ആയിട്ട് ജീവിക്കണമെന്ന് ആരും നാട്ടിൽ ചിന്തിക്കരുത് എന്നേ ഞാൻ പറയണുള്ളൂ.